പറയാതെ വയ്യ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ അഭിമാനം പാതാളത്തോളം കൂപ്പുകുത്തുന്നു കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അമേരിക്കയിലായിരുന്നു. 2 ദിവസം അവിടെ സന്ദർശനം നടത്തി. വൻ വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടി എന്നാണ് ബി.ജെ.പിയും ബി.ജെ.പിയുടെ മൂട് താങ്ങുന്ന മാധ്യമങ്ങളും ചില വിദേശകാര്യ വിദഗ്ധന്മാരുമൊക്കെ പറഞ്ഞത്. വൻ വിജയമായിരുന്നു. ഇനി മോഡിയും ട്രംപും കൂടെ ചേർന്നായിരിക്കും ലോകം ഭരിക്കുക എന്നൊരു നറേറ്റീവാണ് അവര് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. നമുക്ക് അങ്ങനെ വേണമല്ലോ. നമ്മുടെ രാജ്യം, നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രധാന സഖ്യമായി മാറുന്നത്, അവര് ലോകത്തെ പല കാര്യങ്ങളും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്, അതൊക്കെ നമ്മെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. 2 ദിവസത്തെ ചർച്ചയും കൂടിയാലോചനയും കഴിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി. എയർ ഇന്ത്യ 1 എന്ന വിമാനത്തിലാണ് അദ്ദേഹം തിരിച്ചു നാട്ടിലെത്തിയത്. അദ്ദേഹം ഇവിടെ വന്നിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ, എത്ര മണിക്കൂർ കഴിഞ്ഞാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അമൃത്സറിലെ വിമാനത്താവളത്തിൽ മറ്റൊരു വിമാനം വന്നിറങ്ങി. C-17 സീരീസിലുള്ള ഒരു അമേരിക്കൻ സൈനിക വിമാനം. അതിൽ 116 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഹതഭാഗ്യരായ മനുഷ്യരെന്ന് നമുക്ക് അവരെ പറ്റി വേണമെങ്കിൽ പറയാം. അമേരിക്കയിൽ ഭാഗ്യം തേടിപ്പോയവരാ. ശരിയായ രീതിയിലല്ല പോയത്. അനധികൃത കുടിയേറ്റക്കാരായിരുന്നു. അവിടെ നിയമം ലംഘിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. ട്രംപിന്റെ ഭരണകൂടം വന്നപ്പോൾ ഇവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ചു. എന്നിട്ട് എവിടെയൊക്കെയോ ജയിലില്, തടവറകളിലൊക്കെ പാർപ്പിച്ചു. എന്നിട്ട് അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതാ. 116 പേര്. അതിൽ 3 സ്ത്രീകളും 3 കുട്ടികള്. ബാക്കി 110 പേര് പുരുഷന്മാരായിരുന്നു. അവരെ എല്ലാം ആദ്യത്തെ തവണ പോലെ തന്നെ കൈകളില് വിലങ്ങുകൾ അണിയിച്ചിരുന്നു, കാലുകളില് ചങ്ങലയിട്ടിരുന്നു. 60-65 മണിക്കൂറുകൾ അവർ നരകയാതന അനുഭവിച്ചിട്ടാണ് ഈ വിമാനയാത്ര പൂർത്തിയാക്കി അമൃതസറിലെത്തിയത്. ഈ സമയത്ത് അവർക്ക് കുളിക്കാനോ പല്ലു തേക്കാനോ പോലും അവസരമുണ്ടായില്ല. സൗകര്യങ്ങൾ ആരും ഒരുക്കി കൊടുത്തിരുന്നില്ല. ഈ വിമാനയാത്രയില് അവർക്ക് ഒരാപ്പിടും, ഒരു പാക്കറ്റ് ചിപ്സും 1 കുപ്പി വെള്ളവുമാണ് അമേരിക്കക്കാര് ഭക്ഷണമായിട്ട് നൽകിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിൽ വന്നിറങ്ങിയതിന്റെ പിന്നാലെ ഈ മനുഷ്യർ, ഇന്ത്യക്കാര് അപമാനിതരായി നാണം കെട്ട് അമൃതസറിൽ വന്നിറങ്ങി. ശനിയാഴ്ച അമൃതസറിൽ വന്നത് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള 2ാമത്തെ വിമാനമായിരുന്നു. അതിനു മുമ്പ് ഫെബ്രുവരി 5-ന് ആദ്യ വിമാനം ഇവിടെ തന്നെ വന്നു, ഈ വിമാനത്താവളത്തിൽ തന്നെ. അതിൽ 104 പേരായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്. ഇവരെ മുഴുവൻ, കുട്ടികളൊഴികെ എല്ലാവരെയും കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് ബന്ധനസ്ഥരായിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഈ 2ാമത്തെ യാത്രയുണ്ടല്ലോ, ഈ കഴിഞ്ഞ ശനിയാഴ്ച വന്ന ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റും ഫെബ്രുവരി 5-ന്റെ ഫ്ലൈറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ 2ാമത്തെ ഫ്ലൈറ്റ് വന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന സമയത്താണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെബ്രുവരി 5-ന്റെ അനുഭവം ഇന്ത്യയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. നമുക്കാർക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കരുത് എന്ന് അഭിപ്രായമില്ല. തിരിച്ചയച്ചോട്ടെ, അത് അമേരിക്കൻ നിയമപ്രകാരം ചെയ്യട്ടെ. പക്ഷെ അവരോട് മാന്യമായിട്ട് പെരുമാറണം. മനുഷ്യരോടെന്ന പോലെ വേണം അവരെ കൈകാര്യം ചെയ്യേണ്ടത്. അതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. പാർലമെന്റിൽ പോലും വലിയ പ്രതിഷേധം ഉയർന്നു. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി പരസ്യമായിട്ടൊരു വാക്ക് അമേരിക്കയെ വിമർശിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ പ്രവൃത്തി ശരിയല്ല എന്ന് പറയുവാൻ അദ്ദേഹം തയ്യാറായില്ല. എസ് ജയശങ്കർ എന്താ പറഞ്ഞത്? ഇതൊക്കെ ഒരു അമേരിക്കൻ പ്രോട്ടോകോൾ ആണെന്ന്, അതനുസരിച്ചാണ് അവർ ചെയ്യുന്നതെന്ന്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഇന്ത്യയുടെ പ്രതിഷേധം അമേരിക്ക അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് മോദി അമേരിക്കയിൽ എത്തുന്നത്, ട്രംപുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം ട്രംപിനോട് ഇക്കാര്യം സൂചിപ്പിച്ചില്ലേ? ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വന്ന ഈ അപമാനം അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുത്തുകൊള്ളാം എന്ന് മോദി പറയുകയുണ്ടായി. അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ആദ്യം ഈ ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നപ്പോ, പ്രതിഷേധമുണ്ടായപ്പോ, ചില ബി.ജെ.പി മൂടുതാങ്ങികളായ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? അവരെല്ലാം ഈ നിസ്സഹായരായ കുടിയേറ്റക്കാരായ അനധികൃത കുടിയേറ്റക്കാർ തന്നെ, അവരെ പഴിക്കായത്. അവർ ജീവിക്കാൻ വേണ്ടി പോയതാ. ഇന്ത്യയിലവർക്ക് മാന്യമായിട്ട് കഴിയാൻ അവസ്ഥയില്ലാത്തത് കൊണ്ട് അമേരിക്കയിലേക്ക് പോയതാ. തെറ്റായ മാർഗങ്ങളിലൂടെ ആയിരിക്കാൻ പോയത്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ മാധ്യമങ്ങൾ അടക്കമുള്ളവര് അവരെ അപഹസിക്കുകയാണ് ചെയ്തത്. അവരെന്തോ തെറ്റു ചെയ്തതുപോലെ. അല്ലാതെ അവരെ അപമാനിച്ചു തിരിച്ചയച്ചതില് ഇന്ത്യ ഒരു ചെറുവിരൽ പോലും അനക്കാത്തതിനെതിരെ ഈ മാധ്യമങ്ങളൊന്നും
പറഞ്ഞു കേട്ടില്ല. ശരി, അമേരിക്കയിൽ മോഡി പറഞ്ഞത് തന്നെയാണ് ശരിയായ കാര്യം. കുടിയേറ്റക്കാരെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം, പക്ഷെ അവരോട് മനുഷ്യത്വപൂർവ്വം പെരുമാറണം. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ തന്നെ ഇന്ത്യക്കാരെ ഇങ്ങനെ തിരിച്ചയച്ചത് അത് എന്തു സന്ദേശമാണ് നൽകുന്നത്? അതിനെപ്പറ്റി ശശി തരൂർ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വാഴ്ത്തിപ്പാടാൻ തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് അതുണ്ടായത്. അതായത് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നതിനെ കുറിച്ച് മോദി പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ട് മുറിക്കുള്ളിൽ സംസാരിക്കുമ്പോൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ടാവണം എന്നാണ് നമ്മുടെ തരൂർജി പറഞ്ഞത്. മുറിക്കുള്ളിൽ ഉന്നയിച്ചോ മുറിക്ക് പുറത്ത് ഉന്നയിച്ചോ അത് നമുക്കറിഞ്ഞുകൂടാ, അത് നമ്മുടെ പ്രശ്നവുമല്ല. പക്ഷെ രണ്ടാമത് അമൃത്സറിൽ വന്ന വിമാനത്തിൽ അവരെ തിരിച്ചയച്ച ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ടിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ അപമാനം. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഉള്ളപ്പോഴാണ്, ഏതാണ്ട് അവിടെ ഉള്ളപ്പോഴാണ്. ഈ രണ്ട് വിമാനങ്ങളുടെ യാത്രകൾ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു. ആദ്യം പുറപ്പെട്ടത് ഒരു പക്ഷേ നമ്മൾ ഈ സമയം നോക്കുമ്പോൾ ഈ നാടുകടത്തപ്പെട്ടവരുടെ വിമാനമായിരിക്കാം, പിന്നീടായിരിക്കാം പ്രധാനമന്ത്രിയുടെ വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടത്. അതിന്റെ സമയകാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായ അറിവില്ല. എന്താണെങ്കിലും ഏതാണ്ട് ഒരേ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ് ഉണ്ടായത്. മോദി ട്രംപ് കൂടിക്കാഴ്ചയുടെയും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വിജയത്തിന്റെയും വിജയാരവങ്ങള് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഈ 116 ഇന്ത്യക്കാര് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം സഹിച്ചത് എന്ന് ഓർക്കണം. മോദിയുടെ ഈ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ച് BJP മാധ്യമങ്ങള്, BJP അനുകൂലിക്കുന്ന ചില വിദേശകാര്യ വിദഗ്ധന്മാര് എന്തൊക്കെ പുകലും പുക്കാറും ഒക്കെ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുന്ന ഒരു പ്രധാനമന്ത്രി മോദിയാണ് എന്ന മട്ടിലായിരുന്നു ഓരോരുത്തര് ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് വിസ്തരിച്ചതും പ്രതിപാദിച്ചതുമൊക്കെ. പണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് അമേരിക്കയിൽ പോയിട്ടുണ്ട്, അവിടുത്തെ പ്രസിഡന്റുമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ധാരണകളും കരാറുകളും ഉണ്ടായിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്തോ ഒരു പുതുമ പോലെയാണ്. വാസ്തവത്തിൽ ഈ യാത്രയിൽ സംഭവിച്ചെന്താണ്? ട്രംപ് അധികാരമേറ്റതിന് ശേഷം അവിടെ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ലോക നേതാവ് എന്നതിനപ്പുറത്ത് എന്താണ് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിനെപ്പറ്റി പറയേണ്ട എന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷെ പറഞ്ഞല്ലോ, പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തില് വിജയലഹരി മൂത്ത ഒരു BJP മാധ്യമം എഴുതിയത് ട്രംപ് മോദിയെ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുത്തിയെന്ന. നമ്മൾ എന്തൊക്കെയാണ് കേൾക്കേണ്ടത്? മറ്റു ചില മാധ്യമങ്ങൾ പറഞ്ഞത് മോദി ഒരു കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുന്നു നമ്മുടെ ട്രംപ്. അത് വലിയൊരു ബഹുമാനമാണ്. മോദി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നമ്മുടെ പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്നു. സർ, ഇതൊക്കെ ഒരു കീഴ്വഴക്കങ്ങളാണ്. സാധാരണ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ നടക്കുന്ന കൂടിയാലോചനകൾക്ക് ശേഷം ചില കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില സമ്പ്രദായങ്ങളുണ്ട്. ചിലപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്നിരിക്കും. ചിലപ്പോൾ സെക്രട്ടറിമാരാണ് ഇത്തരം കരാറുകളിൽ ഒപ്പുവയ്ക്കുക. അപ്പോൾ അതത് രാജ്യത്തെ സെക്രട്ടറിയുടെ പുറകില് ആ രാജ്യത്തെ രാഷ്ട്രത്തലവൻ, പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നിൽക്കും. ഇതൊക്കെ ഒരു പതിവാണ്. അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർ തമ്മിലാണ് ഒപ്പുവയ്ക്കുന്നതെങ്കിൽ ഒപ്പുവയ്ക്കുന്ന ആളിന്റെ പിന്നിൽ മറ്റേ രാഷ്ട്രത്തലവൻ നിൽക്കും. ഇതൊക്കെ കണ്ടിട്ടങ്ങ് പൂതിയിളകി ഓരോരുത്തരങ്ങ് പറയുകയാണ് ഇതൊരു വൻ നേട്ടമായിരുന്നു, മോദി ഇതാ ലോകത്തെ നമ്പർ 1 നേതാവായി മാറിയിരിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നറേറ്റീവ്സ് അങ്ങനെ പറഞ്ഞു പരത്തുകയാണ്. ഇതൊക്കെ BJPയുടെ രീതിയാകട്ടോ, അല്ലെങ്കിൽ BJPയെ താങ്ങി നടക്കുന്നവരുടെ ഒരു പരിപാടിയാ. ഈ കഴിഞ്ഞ ദിവസം ഇക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ആഗോള സമ്മേളനത്തിന് പോയതാ. അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ നമ്മുടെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുകയും തോളത്ത് തട്ടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഇവിടുത്തെ BJP ഹാൻഡിലുകൾക്ക്, അല്ലെങ്കിൽ BJP മാധ്യമങ്ങൾക്ക് അങ്ങ് നിലവിട്ടുപോയി. അവരിൽ പലരും എഴുതിയത് എന്താണെന്നറിയാവോ? ഇതാ ഇനി ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്, ഇന്ത്യ ഫ്രഞ്ച് സഖ്യത്തിന്റെ ഒരു യുഗം. ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ്. പക്ഷെ അതിനുശേഷം പിറ്റേന്ന് അവിടെ നടന്ന ചില സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വാസ്തവത്തിൽ അപമാനം കൊണ്ട് തലകുനിഞ്ഞു പോയി. അവിടെ ദേശീയ നേതാക്കള്, രാജ്യ നേതാക്കൾ നിരനിരയായിട്ടിരിക്കുകയാ. അപ്പൊ ഇടതുഭാഗത്തു നിന്ന് നമ്മുടെ ഇമ്മാനുവൽ മക്രോൺ, അവിടുത്തെ പ്രസിഡന്റ്, ഓരോരുത്തരെ ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് ഇങ്ങനെ വലതു ഭാഗത്തേക്ക് വരികയാ. അപ്പം ഒരു സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ മോദി അപ്പോ ഹസ്തദാനം സ്വീകരിക്കുന്നതിന്
കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ചെല്ലുന്നൊക്കെയുണ്ട്. പക്ഷെ ഈ മക്രോൺ അദ്ദേഹത്തെ കണ്ടതായി പോലും ഭാവിക്കാതെ അടുത്ത ആളിലേക്ക് നീങ്ങുകയാ. ഈ ദൃശ്യം ഫേക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ലോകത്തെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തന്നെ കാണിച്ചതാ. എന്തൊരു അപമാനമായി ഇപ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്. അത് നമുക്ക് മോദിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ BJPയുടെ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അവിടെ ഇമ്മാനുവൽ മക്രോൺ അവമാനിച്ചത്. ഇനി ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് ഖ്യാതി പറഞ്ഞ ഹാൻഡിലുകള് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകള് ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായിട്ട് കണ്ടില്ല കേട്ടോ. ഇത് തന്നെയാണ്, ഇത്തരം ഗിമ്മിക്സ് തന്നെയാണ് മോദിയും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചകളിലും ഉണ്ടായത്. രണ്ടുപേരും കൂടി ഇരിക്കുന്നു. ഡയറി പോലൊരു പുസ്തകത്തില് നമ്മുടെ ട്രംപ് എഴുതുകയാണ് യു ആർ ഗ്രേറ്റ്, എന്നിട്ട് 3 ഈഫൽ ഗോപുരങ്ങൾ അടുത്തടുത്ത് വരച്ചു വെച്ചതുപോലുള്ള ഒരു വലിയ നീണ്ട ഒപ്പ് വിട്ടിട്ട് ആ ഡയറി നമ്മുടെ മോദിയെ കാണിക്കുന്നു. മോദി കുലുങ്ങിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്ത് നയതന്ത്രമാണ്! ഇതൊക്കെ ഗിമ്മിക്സ് എന്നതിനപ്പുറത്ത് എന്താണുള്ളത്? ഇതൊക്കെ കണ്ടിട്ടാണ് ഈ BJPക്കാര് കിടന്ന് ആർത്തട്ടഹസിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാല് 10ാം ക്ലാസ്സിലെ കുട്ടികള് ഓട്ടോഗ്രാഫിൽ എഴുതുന്നതിനപ്പുറത്ത് എന്ത് നിലവാരമാണ് ഇതിനൊക്കെ ഉള്ളത്? ഇതൊക്കെ കണ്ടിട്ടാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം എന്തൊരു നേട്ടമായി പോയി എന്ന് ചിലരൊക്കെ ഖ്യാതി പറയുന്നത്. ട്രംപും മോദിയും തമ്മിൽ കൂടിയാലോചനകൾക്കായിട്ടിരിക്കുമ്പോൾ അതിന് മുമ്പോ പിൻപോ അദ്ദേഹം പറഞ്ഞു, എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്ററാണ് അല്ലെങ്കിൽ ഒരു വിലപേശലുകാരനാണ് നമ്മുടെ മോദി എന്ന്. ഇവിടുത്തെ BJPക്കാർ അത് കേട്ടിട്ട് എന്തൊരു ആത്മഹർഷത്തിലായിരുന്നു. മോദിയുടെ പരിചയം ചായവാല എന്ന നിലയിലാണ്. ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ച് പറയല്ല, അദ്ദേഹം അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഭിമാനത്തോടുകൂടി BJPക്കാർ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം ട്രംപ് ലോകം കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരിൽ ഒരാളാ. പക്ഷെ അദ്ദേഹം പറഞ്ഞു മോദിയാണ് എന്നേക്കാൾ മികച്ച ഒരു നെഗോഷിയേറ്റർ. അതും അദ്ദേഹത്തിന്റെ ഒരു ഗിമ്മിക്ക് എന്നതിനപ്പുറത്ത് എന്താണ്? എന്നിട്ട് ഈ കൂടിയാലോചനകളിൽ എന്താണ് ഇന്ത്യക്ക് കിട്ടിയത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും നല്ല നെഗോഷിയേറ്റർ ആരുമാവട്ടെ, നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് ഇത്തരം ചർച്ചകളില്, ഉഭയകക്ഷി ചർച്ചകളില് നമ്മുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്കയിലെത്തി അവിടുത്തെ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് വ്യാപാര രംഗത്താണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവേണ്ടത്, നമുക്ക് ലാഭം ഉണ്ടാവേണ്ടത് അവിടെയാണ്. പക്ഷെ എന്താണ് വാസ്തവത്തില് മോദിയോട് ട്രംപ് പറഞ്ഞത്? വ്യാപാര കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമായിട്ട് കാണുന്നു പോലുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ത്യയെ കുറിച്ചുള്ളത്. അതായത് ഇന്ത്യയിലേക്ക് അയക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ചുമത്തുന്ന തീരുവ വളരെ ഉയർന്ന തോതിലുള്ളതാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ വിപണികളിൽ വേണ്ടത്ര അല്ലെങ്കിൽ കാര്യമായി ഇടം കിട്ടുന്നില്ല. ഈ കച്ചവടം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങൾ വഴങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ തീരുവയുടെ കാര്യത്തിൽ കടുപ്പമുള്ള നിലപാടുകൾ സ്വീകരിക്കും. അതാണ് മോദിയോട് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും ഇറക്കുമതി തീരുവ അദ്ദേഹം വർദ്ധിപ്പിക്കുകയും ചെയ്തു, ട്രംപ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതൊരു സൂചനയാ. നമുക്ക് തന്നൊരു സൂചനയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചോളാം, എണ്ണ ഉൽപ്പന്നങ്ങളെ നമ്മൾ വാങ്ങിച്ചോളാം, ഏതാണ്ട് അവര് പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കോളാം. ഞങ്ങൾ വേണമെങ്കിൽ F-35 വിമാനം, പോർ വിമാനങ്ങൾ വാങ്ങിച്ചുകൊള്ളാം. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ BJP നേതൃത്വം അല്ലെങ്കിൽ BJP മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമുക്ക് F-35 വിമാനങ്ങൾ തരാൻ ട്രംപ് തയ്യാറായെന്ന. അവര് തരും, കാശ് കൊടുത്താൽ മതി, എത്ര വിമാനം വേണമെങ്കിലും തരും. പക്ഷെ അതിനകത്ത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ F-35 വിമാനങ്ങൾ എന്ന് പറയുന്നത് മികച്ച പോർ വിമാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ജനറേഷനിൽപ്പെട്ടതാ, പുതിയ തലമുറയിൽപ്പെട്ടതാ. കിട്ടിയാൽ കൊള്ളാം. പക്ഷെ അത് 2-3 എണ്ണം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കൊരു 50-100 എണ്ണോ ഒക്കെ നമ്മുടെ വിമാനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ നമുക്ക് വലിയൊരു ശക്തിയാണത്. നമുക്ക് ഈ ഒരു ചർച്ച വന്നപ്പോൾ തന്നെ ഇവിടുത്തെ BJP മാധ്യമങ്ങൾ എഴുതിയത് നമുക്ക് F-35 വിമാനങ്ങൾ കിട്ടാൻ പോകുന്നു, ഇത് നമുക്ക് ചൈനയും തോൽപ്പിക്കാം എന്നാണ്. ഇത് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് പോലുമില്ല. പറഞ്ഞല്ലോ 50-100 വിമാനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ. ഇത്തരത്തിലുള്ള ഡീലുകളിൽ സാധാരണ ചെയ്യുന്നത് നമ്മൾ കുറച്ച് വിമാനങ്ങൾ വാങ്ങും, പിന്നീട് ബാക്കി കുറെ വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സാങ്കേതിക ജ്ഞാനം നമുക്ക് കൈമാറും. അതോടൊപ്പം ഇന്ത്യയിൽ അത് നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുകയും വേണം. പക്ഷെ അമേരിക്ക അതിന് തയ്യാറല്ല. F-16 വിമാനം മുതൽ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നതാ, അതിന് തയ്യാറല്ല അവര്. അതിന്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ പോലെയുള്ള കമ്പനികൾ അത് സമ്മതിക്കില്ല. അമേരിക്കൻ ഗവൺമെന്റ് അത്തരം കമ്പനികളുടെ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ. അല്ലാതെ
BJP മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടാൽ നമുക്ക് സൗജന്യമായിട്ട് F-35 വിമാനങ്ങൾ തരാൻ ട്രംപ് തയ്യാറായി എന്ന മട്ടില്ല. ചില നിരീക്ഷണ വിമാനങ്ങളൊക്കെ വാങ്ങുന്നതിനെ കുറിച്ച് ചില ധാരണകളോ ചർച്ചകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൈനിക സഹകരണങ്ങളുടെ കാര്യത്തിൽ ഒരു കരാറ്. ഇതൊരു പുതിയ കരാറല്ല, പഴയ കരാറാ. അതിന്റെ കാലാവധി തീർന്നപ്പോൾ അത് പുതുക്കി ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതൊക്കെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ബാക്കി പത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശനിയാഴ്ച വന്ന അമൃത്സർ ഇറങ്ങിയ രണ്ടാമത്തെ വിമാനത്തിൽ 100ഓളം ആളുകളെ കൈവിലങ്ങുകളും കാൽ ചങ്ങലകളും ഇട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ മൂന്നാമത്തെ ഒരു വിമാനം വന്നു. അതിലെ യാത്രക്കാരോട് എങ്ങനെയാണ് പെരുമാറുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. അവരെ ചങ്ങലക്കിട്ടിരുന്നോ, കയ്യാമം വെച്ചിരുന്നോ, അതിനെക്കുറിച്ച് ചിത്രം വ്യക്തമല്ല. പക്ഷേ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ തന്നെ ഇന്ത്യയിലേക്ക് അയച്ച ഇന്ത്യക്കാരോട് ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തതെങ്കിൽ അമേരിക്കയ്ക്ക് നമ്മോടുള്ള മനോഭാവം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപമാനകരമായ ഒരു രംഗമാണിത്. എയർ ഇന്ത്യ 1 വിമാനത്തില് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ C-17 വിമാനത്തില് 116 ഇന്ത്യക്കാര് അപമാനഭാരം കൊണ്ട് തലകുനിച്ച് അതിൽ 100 പേർ കൈകളും കാലുകളും ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് നിസ്സഹായരായി യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല.